നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. മണ്ണുത്തി ഒല്ലൂക്കരയിൽ ഐസ് ഫാക്ടറിയിൽ അമോണിയം ചോർന്നു. 4 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് വാതക ചോർച്ച തടഞ്ഞത്. SIR-ൽ കേന്ദ്രത്തിനെതിരെ പ്രതിഷേധവുമായി LDF. സംഘപരിവാറിന്റെ മറ്റൊരു പരിവാർ സംഘടനയായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കേന്ദ്ര സർക്കാർ മാറ്റിയെന്ന CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ. മുള്ളൂർക്കര ആറ്റൂരിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച വയോധിക സഹോദരിമാരിൽ മൂന്നാമത്തെയാളും മരിച്ചു. മണ്ഡലംകുന്ന് സ്വദേശിനി ജാനകിയാണ് മരിച്ചത്. മുക്കുബണ്ട കേസിൽ സമാന്തര അന്വേഷണത്തിന് ഉത്തരവിട്ട് ജില്ലാ കളക്ടർ. ചുമതലയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെ വിളിച്ചുവരുത്തി ചോദ്യം ചെയ്യും. സംസ്ഥാനത്തെ സർക്കാർ മെഡിക്കൽ കോളേജ് ഡോക്ടേഴ്സ് അനിശ്ചിതകാല സമരത്തിലേക്ക്. OP ബഹിഷ്കരണം ആരംഭിച്ച് ഡോക്ടർമാർ. സ്വർണവിലയിൽ വീണ്ടും ഇടിവ്. പവന് 3200 രൂപ കുറഞ്ഞ് 1,07,920 രൂപയായി. ഇന്ന് കുറഞ്ഞത് 9,840 രൂപ. കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമ ഡോക്ടർ CJ റോയ് ആത്മഹത്യ ചെയ്യാൻ നേരത്തെ തീരുമാനിച്ചിരുന്നെന്ന് സംശയം. 9 പേജുകളുള്ള ആത്മഹത്യാക്കുറിപ്പ് കുടുംബാംഗങ്ങൾക്ക് ലഭിച്ചതായി വിവരം. അംഗീകാരത്തിന്റെ നിറവിൽ ജില്ലയും തൃശൂർ കളക്ടറും. വനിതാ ശിശുവികസന വകുപ്പ് സംയോജിത ശിശുവികസന സേവന പദ്ധതി 2024-25 മികച്ച സേവനത്തിനുള്ള പുരസ്കാരത്തിനാണ് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ അർഹനായത്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചേലക്കര നിയോജക മണ്ഡലം യൂത്ത് വിംഗ് കൺവെൻഷൻ നടന്നു. തിരുവില്ലാമല വ്യാപാര ഭവനിൽ നടന്ന കൺവെൻഷൻ വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റ് അബ്ദുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. പാലിയേറ്റീവ് കെയർ ദിനവാരാചരണത്തോടനുബന്ധിച്ച് തൃശൂർ ജില്ലാ മാനസികാരോഗ്യ കേന്ദ്രത്തിലെ അന്തേവാസികൾക്കായി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിംഗ് തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിത്യോപയോഗ സാധനങ്ങൾ വിതരണം ചെയ്തു. ഏകോപന സമിതി ജില്ലാ സെക്രട്ടറി ബിജു എടക്കളത്തൂർ യോഗം ഉദ്ഘാടനം ചെയ്തു. ഉത്രാളിക്കാവ് പൂരത്തിന് മുന്നോടിയായി കുമരനെല്ലൂർ ദേശം ഉത്രാളി ഭഗവതിക്ക് സമർപ്പിക്കുന്ന ദേശപ്പാന നാളെ വിവിധ പരിപാടികളോടെ നടക്കും. ബുധനാഴ്ച പുലർച്ചെ ഉത്രാളിക്കാവ് കോമരത്തിന്റെ കൽപ്പന, ഗുരുതി സമർപ്പണം എന്നിവയോടെ ചടങ്ങുകൾക്ക് സമാപനമാകും. പെൻഷൻ പരിഷ്കരണം നടപ്പിലാക്കണമെന്നും ക്ഷാമബത്ത കുടിശ്ശിക വിതരണം ചെയ്യണമെന്നും കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ വെങ്കിടൻ യൂണിറ്റ് വാർഷിക സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ ചേർന്ന വാർഷിക സമ്മേളനം വെങ്കിടൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഗ്രേസി ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. മുല്ലശ്ശേരി പഞ്ചായത്തിൽ വാർഷിക പദ്ധതി പ്രകാരം ജാഗ്രതാ സമിതി ശാക്തീകരണം നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് മിനി മോഹൻദാസ് ജാഗ്രതാ സമിതി ശാക്തീകരണം ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന CM മെഗാ ക്വിസ് മത്സരത്തിന്റെ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കുള്ള ജില്ലാതല മത്സരം തൃശൂർ സെന്റ് മേരീസ് കോളേജിൽ നടന്നു. സ്കൂൾ തല മത്സരത്തിൽ ജില്ലയിലെ 3 വിദ്യാഭ്യാസ ജില്ലകളിൽ നിന്നായി 30 ടീമുകളും കോളേജ് തല മത്സരങ്ങളിൽ ജില്ലയിലെ വിവിധ കോളേജുകളിൽ നിന്നായി 70 ടീമുകളും പങ്കെടുത്തു. നിർമ്മാണം പുരോഗമിക്കുന്ന ദേശീയപാത 66-ലെ കോട്ടപ്പുറം മൂത്തകുന്നം പുതിയ പാലത്തിന്റെ സുരക്ഷയിലുള്ള ആശങ്ക പരിഹരിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. നിർമ്മാണം പുരോഗമിക്കുന്ന ഇരട്ടപ്പാലങ്ങളിലെ 2ാമത്തെ പാലത്തിലാണ് സുരക്ഷാ ഭീഷണി. ഗുരുവായൂർ കരുണ ഫൗണ്ടേഷന്റെ കാരുണ്യഹസ്തത്തിൽ ഭിന്നശേഷിക്കാരായ 4 പേർക്ക് ജീവിത പങ്കാളിയായി. വൈവാഹിക സംഗമം NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. മുല്ലശ്ശേരി പട്ടികജാതി ക്ഷേമ സമിതി മണലൂർ ഏരിയ ശില്പശാല മുല്ലശ്ശേരി കമ്മ്യൂണിറ്റി ഹാളിൽ നടന്നു. പട്ടികജാതി ക്ഷേമ സമിതി സംസ്ഥാന ട്രഷറർ VR ശാലിനി ശില്പശാല ഉദ്ഘാടനം ചെയ്തു. പുല്ലഴി NSS കാര്യയോഗം പുതിയ മന്ദിരത്തിന്റെ ശിലാസ്ഥാപനവും സംഭാവന കൂപ്പൺ ഉദ്ഘാടനവും നടന്നു. താലൂക്ക് യൂണിയൻ സെക്രട്ടറി രഞ്ജിത്ത് S മേനോൻ ഉദ്ഘാടനം ചെയ്തു. 50 വർഷങ്ങൾക്ക് ശേഷം അരിമ്പൂർ ഹൈസ്കൂളിലെ 1975-76 ബാച്ച് SSLC വിദ്യാർത്ഥികൾ ഒത്തുകൂടി. അധ്യാപകർ സംഗമം ഉദ്ഘാടനം ചെയ്തു. മനക്കുടി വെളിച്ചം മദ്യവിമോചന സമിതിയുടെ ആഭിമുഖ്യത്തിൽ അരിമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് CL ജോൺസൺ, വൈസ് പ്രസിഡന്റ് നവ്യ അഖിൽ എന്നിവരെ ആദരിച്ചു. സമിതി പ്രസിഡന്റ് സുരേഷ് മാമ്പുള്ളി അധ്യക്ഷത വഹിച്ചു. പുറനാട്ടുകര ശ്രീരാമകൃഷ്ണ ഗുരുകുല വിദ്യാമന്ദിരം ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 98ാമത് വാർഷികോത്സവവും യാത്രയയപ്പും നടന്നു. അടാട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് അനിലക്കര ഉദ്ഘാടനം ചെയ്തു. കുറ്റിച്ചിറ കോടശ്ശേരി പഞ്ചായത്തിലെ കിഴക്കൻ മേഖലയിൽ നിന്ന് ആദ്യമായി BBA LLB ബിരുദം നേടിയ നിവിയ K ജയനെ കാരുണ്യ സോഷ്യൽ വർക്കിംഗ് ഗ്രൂപ്പിന്റെ ആഭിമുഖ്യത്തിൽ ആദരിച്ചു. വികാരി ഫാദർ ജിജി കുന്നേൽ യോഗം ഉദ്ഘാടനം ചെയ്തു.
തിരുവില്ലാമല കാവ് പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് മത്സരത്തിൽ സ്ട്രൈക്കേഴ്സ് വിജയികളായി. വിജയികൾക്ക് പള്ളിപ്പറ്റ പത്മാവതി അമ്മ സ്മരണയ്ക്കുള്ള എവർ റോളിംഗ് ട്രോഫി മകൻ രാമചന്ദ്രൻ സമ്മാനിച്ചു. വലപ്പാട് ഇടവക ദേവാലയത്തിന്റെ 525-ാം ജൂബിലി സമാപന സമ്മേളനം തൃശൂർ അതിരൂപത മെത്രാപ്പൊലീത്ത മാർ ആൻഡ്രൂസ് താഴത്ത് ഉദ്ഘാടനം ചെയ്തു. ജൂബിലി സ്മാരക ഭവന താക്കോൽദാനവും അദ്ദേഹം നിർവഹിച്ചു. താന്യം സെന്റ് പീറ്റേഴ്സ് പള്ളിയിലെ തിരുനാൾ ആഘോഷിച്ചു. ദിവ്യബലിക്ക് ഫാദർ പോൾ മുട്ടത്ത് മുഖ്യ കാർമ്മികനായി. വടക്കാഞ്ചേരിയിൽ പത്രപ്രവർത്തക അസോസിയേഷൻ അംഗങ്ങൾക്കുള്ള തിരിച്ചറിയൽ കാർഡ് വിതരണം ചെയ്തു. അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് മധു കടത്തുരുത്തി ഉദ്ഘാടനം ചെയ്തു. പന്തല്ലൂർ ശ്രീ ശിവഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവം ആഘോഷിച്ചു. ദേവസ്വം പൂരം എഴുന്നള്ളിത്തിന് ഗജവീരൻ പാക്കത്ത് ശ്രീകുട്ടൻ തിടമ്പേറ്റി. ലോട്ടറി ക്ഷേമനിധി ബോർഡിലെ കോടികളുടെ കൊള്ള ഹൈക്കോടതി മേൽനോട്ടത്തിൽ സിബിഐ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് തൃശൂരിൽ നാളെ സത്യാഗ്രഹ സമരം സംഘടിപ്പിക്കും. ജില്ലാ ലോട്ടറി ക്ഷേമനിധി ഓഫീസിന് മുന്നിൽ നടക്കുന്ന ധർണ DCC അധ്യക്ഷൻ ജോസഫ് ടാജറ്റ് ഉദ്ഘാടനം ചെയ്യും. തൃശൂർ ജില്ലാ ആസൂത്രണ സമിതിയുടെ വിദ്യാഭ്യാസ പദ്ധതി സമേധം സമഗ്ര വിദ്യാഭ്യാസ പരിപാടിയുടെ ഭാഗമായി സമേധം വിമുക്തി ലഹരി വിരുദ്ധ പ്രചരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കും. ബുധനാഴ്ച വേലൂർ ഗവൺമെന്റ് RSRV ഹയർ സെക്കൻഡറി സ്കൂളിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TK സുധീഷ് ഉദ്ഘാടനം നിർവഹിക്കും. ബോൺമാരോ ക്യാൻസർ ചികിത്സയുടെ ഫണ്ട് ശേഖരണത്തിന്റെ ഭാഗമായി തൃശൂർ ലയൺസ് നീർമാതളവും സിംഫണിയും സംയുക്തമായി ഗായിക സിത്താര കൃഷ്ണകുമാറിന്റെ സംഗീത പരിപാടി ഈ മാസം 6-ന് സംഘടിപ്പിക്കും. അമല ക്യാൻസർ സെന്ററിലെ കുട്ടികളുടെ ചികിത്സയ്ക്കായാണ് തുക ഉപയോഗിക്കുക. പാവറട്ടി വിളക്കാട്ടുപാടം ദേവസൂര്യ കലാവേദിയുടെ ജനകീയ ചലച്ചിത്രവേദിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന 11ാമത് ദേവസൂര്യ ഗ്രാമീണ ചലച്ചിത്രോത്സവം ഈ മാസം 4 മുതൽ 8 വരെ നടക്കും. പഞ്ചായത്ത് പ്രസിഡന്റ് ആൻഡോ ലിജോ ചലച്ചിത്രോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. ഫിഷറീസ് വകുപ്പിന്റെ പൊയ്യയിലെ ഫാമിൽ വനാമി ചെമ്മീൻ കൃഷി നഷ്ടത്തിലാകാൻ കാരണം വൈറസ് ബാധയെന്ന് കണ്ടെത്തൽ. വൈറ്റ് സ്പോട്ട് ഡിസീസാണ് ചെമ്മീൻ കൃഷിയെ ബാധിച്ചതെന്ന് റിപ്പോർട്ട്. മികച്ച അംഗനവാടിക്കുള്ള സംസ്ഥാന സർക്കാർ പുരസ്കാരം നേടിയ ഒമ്പതുങ്ങലിലെ ഗാലക്സി അംഗനവാടിയിലെ പ്രവർത്തകരെ അനുമോദിച്ചു. മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TC ജോസ് നേതൃത്വം നൽകി. മുല്ലശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 1976 SSLC ബാച്ചായ സ്മൃതിയിലെത്തിന്റെ സുവർണ ജൂബിലിയും കുടുംബ സംഗമവും ആഘോഷിച്ചു. സഹപാഠികൾ ഒന്നിച്ച് ദീപം തെളിയിച്ച ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തു. പാടൂർ വാണിവിലാസം UP സ്കൂളിന്റെ ശതാബ്ദി ആഘോഷങ്ങൾ സമാപിച്ചു. സമാപന സമ്മേളനം മുരളി പെരുന്നെല്ലി MLA ഉദ്ഘാടനം ചെയ്തു. 60 വയസ്സ് കഴിഞ്ഞ വ്യക്തികളുടെ 5 കിലോമീറ്റർ മാരത്തോൺ ഓട്ടത്തിൽ വിജയിച്ച വെങ്കടൻ സ്വദേശി ഇറച്ചിം വീട്ടിൽ അഷ്റഫിനെ വാർഡ് കോൺഗ്രസ് കമ്മിറ്റി ഉപഹാരം സമർപ്പിച്ചു. വാർഡംഗം NK വിമല, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സ്റ്റീഫൻ പുത്തൂർ എന്നിവർ ചേർന്ന് അഷ്റഫിന് പൊന്നാട അണിയിച്ചു. കയ്പമംഗലം കമ്പനിക്കടവ് കൂരിക്കുഴി ദേശം ശ്രീ ഭഗവതി മഹാക്ഷേത്രത്തിലെ ചോതി നക്ഷത്ര മാറാട്ട് മഹോത്സവത്തിന് കൊടിയേറി. ക്ഷേത്രം തന്ത്രി സുകുമാരൻ തന്ത്രി കൊടിയേറ്റ് നിർവഹിച്ചു. 8-നാണ് മഹോത്സവം. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.